നമസ്കാരം. നമ്മുടെ ജീവിതത്തിലെ സന്തത സഹചാരിയായിട്ടുള്ള ഒരു വില്ലനാണ് വെളുത്ത വിഷം എന്ന ഓമന പേരിട്ട് നമ്മൾ വിളിക്കുന്ന പഞ്ചസാര അല്ലെങ്കിൽ മധുരം എന്നുള്ളത്. ഈ ഷുഗർ പലപ്പോഴും നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന അത്ര ഒരു നിസ്സാരമായിട്ടുള്ള പ്രശ്നമൊന്നും അല്ല കേട്ടോ ഉണ്ടാക്കുന്നത്. അത് ഹൃദ്രോഗ രൂപത്തിലാണെങ്കിലും നമ്മുടെ ഫാറ്റി ലിവർ പോലുള്ള അസുഖങ്ങളാണെങ്കിലും മറ്റുള്ള ജീവിതശൈലി രോഗങ്ങളായാലും അതുപോലെ അമിത ഭാരം എന്നുള്ളൊരു പ്രശ്നത്തിനും ഒക്കെ തന്നെ കാരണമാകുന്നത് ഈ പഞ്ചസാരയുടെ ഉപയോഗമാണ്. അപ്പോൾ നമുക്കിതിനെ പൂർണ്ണമായിട്ട് നിർത്തലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇത് ഒരു തരം അഡിക്ഷനാണ്. പലപ്പോഴും നമുക്ക് ചായ കോഫി ഒക്കെ കുടിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ മദ്യത്തിന് അഡിക്റ്റ് ആവുന്നത് പോലെ തന്നെ പഞ്ചസാര നിർത്താൻ സാധിക്കാത്തവരുണ്ട്. പക്ഷേ ക്രമേണ ഇതിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവന്നിട്ട് പൂർണ്ണമായിട്ട് നമുക്ക് നിർത്താനും പറ്റും. അങ്ങനെ നിർത്തി കഴിഞ്ഞാലോ വളരെയധികം ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ദാഹാത്രിഡ്സ്, ഛർദി, മൂർച്ച, അസ്രിക്, പിത്തജ്ഞ, സർവശർക്കര എന്ന് ചില വളരെ വിരലിനാവുന്ന ചില ഗുണങ്ങളും ഈ പഞ്ചസാരയെ കുറിച്ചിട്ട് നമ്മൾ സംസ്കൃതത്തിൽ ശർക്കര എന്നുള്ളത് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇത് നമുക്ക് അമിതമായിട്ടുള്ള ദാഹം വരുന്ന സമയത്തോ അല്ലെങ്കിൽ ഛർദി വോമിറ്റിംഗ് ഉണ്ടാവുന്ന സമയങ്ങളിലോ ബേണിംഗ് സെൻസേഷൻ ശരീരത്തിൽ തോന്നിക്കുന്ന സമയത്ത് തലകറക്കം അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഉള്ള സമയങ്ങളിലൊക്കെ തന്നെ ഈ ഒരു മധുരം അല്ലെങ്കിൽ ഷുഗർ പലപ്പോഴും തന്നെ നമുക്കൊരു സഹായിയായിട്ടും മാറാറുണ്ട്. നമുക്കറിയാം കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നതും അതുപോലെ നമ്മൾ ഡയബറ്റിക് പേഷ്യൻ്റായി മാറാൻ അധിക സമയമൊന്നും വേണ്ട എന്നുള്ളത്. എന്നാൽ അത് മാത്രമല്ല, ഇതിൽ ഫ്രക്ടോസ് എപ്പോഴും ലിവറിൻ്റെ പുറം വശങ്ങളിലൊക്കെ തന്നെ അടിഞ്ഞുകൂടുകയും ഫാറ്റി ലിവർ പോലുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യാറുണ്ട്. ചിലർക്കൊക്കെ തന്നെ ബ്ലഡ് റിപ്പോർട്ട് നോക്കുന്ന സമയത്ത് ഷുഗർ ലെവൽ വളരെ കുറവായിരിക്കും എന്നും പറഞ്ഞ് അവർ അമിതമായിട്ട് ഷുഗർ ഉപയോഗിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ അത്തരം ആളുകളിൽ ശ്രദ്ധിച്ചാൽ മതി, അവർക്ക് കൊളസ്ട്രോൾ സംബന്ധമായിട്ട് അല്ലെങ്കിൽ ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ടോ ട്രൈഗ്ലിസറൈഡ് കൂടുതലായിട്ടോ ഒക്കെ തന്നെ കാണപ്പെടാൻ പറ്റും. അതും അല്ലെങ്കിൽ ബ്ലഡ് പ്രഷറിൽ വരുന്ന വേരിയേഷൻ ആയാലും അതുപോലെ ഹൃദ്രോഗ സാധ്യത ഏറ്റവും കൂടുതലുള്ളവരാണ് അത്തരം ആളുകൾ. നമുക്കറിയാം ഇപ്പം പായസമൊക്കെ തന്നെ ഒരു സദ്യ കഴിഞ്ഞ് പായസമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും തലയ്ക്കൊരു കിറുക്ക് പോലെ തോന്നാം, അല്ലേ, ഒരു മയക്കം ഒക്കെ തന്നെ തോന്നാറില്ലേ? അതുപോലെ തന്നെയാണ് ഇത് കൂടുതലായിട്ട് ഉള്ളിലേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ എനർജി ലെവലിനെയൊക്കെ തന്നെ ഇത് അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കുറച്ച് നാൾ തുടക്കത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നുമെങ്കിലും ഒരു മാസം നിങ്ങളൊന്ന് ഇത് സ്റ്റോപ്പ് ചെയ്ത് നോക്കൂ. അത് കാലക്രമേണ കുറച്ച് കൊണ്ട് വന്നിട്ട് പിന്നീട് സ്റ്റോപ്പ് ചെയ്താൽ മതി. ഇപ്പം ഒരു ദിവസത്തിൽ 2 ചായ വീതം കുടിക്കുന്നവരാണെങ്കിൽ അത് ഒരാഴ്ച കൊണ്ട് 1 ചായയാക്കി മാറ്റുക. അതിനുശേഷം ചായ ഒഴിവാക്കി നോക്കുക. പിന്നീട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷുഗർ എന്ന് പറഞ്ഞാലും മധുരം ചേർത്ത എല്ലാം തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അതായത് ഇത്തരം ജീവിതശൈലി രോഗങ്ങളിൽ നിന്നുള്ളൊരു മുക്തിയാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിനൊക്കെ തന്നെ നല്ല യൂത്ത്ഫുൾ ആയിട്ട് നമുക്ക് തോന്നിക്കും. അമിതമായിട്ട് വരുന്ന ചുളിവുകളും പ്രശ്നങ്ങളൊക്കെ ഒന്നും ഒരു മരുന്നും ഇല്ലാതെ ഒരു ക്രീമും തേക്കാതെ നിങ്ങൾക്ക് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് കൂടുതൽ ഒരു പ്രസരിപ്പും ഉന്മേഷവും ജോലി ചെയ്യാനുള്ള ഒരു ആവേശവും ആ ഒരു എനർജിയും ഒക്കെ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതുപോലെ ത്തിൻ്റെ ചില ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നതൊന്ന് കുറയ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇങ്ങനെ മധുരം ഉപയോഗിക്കുന്നത് വളരെ കുറവായിട്ടുള്ള അല്ലെങ്കിൽ ഉപേക്ഷിച്ചവരുടെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ കണ്ണുകളിലെ ആ തിളക്കവും അതിലെ ചർമ്മത്തിൻ്റെ തിളക്കവും ഒക്കെ തന്നെ. അപ്പം ഇതുപോലെ നമ്മുടെ സ്കിന്നിനെ ആയാലും നമുക്കറിയാം നമ്മുടെ ഉള്ളിലുള്ള ഓരോ അവയവങ്ങളുടെയും കണ്ണാടിയാണ് ചർമ്മം എന്നുള്ളത്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളിലുണ്ടെങ്കിൽ അത് നമുക്ക് ചർമ്മത്തിൽ പല രൂപത്തിലും ഭാവത്തിലും കാണപ്പെടുന്നുണ്ട്, പല ലക്ഷണങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഷുഗർ കട്ട് ചെയ്യുന്നത് സഹായിക്കും. ഷുഗർ എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള പഞ്ചസാരയുടെ അളവും അതുപോലെ തന്നെ ഇനി തേൻ ഉപയോഗിക്കാമോ ശർക്കര ഉപയോഗിക്കാമോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം വരാറുണ്ട്.
കണ്ടിന്യൂസ് ആയിട്ട് ഇതെല്ലാം മധുരം അടങ്ങിയിട്ടുള്ളതായതുകൊണ്ട് ചെറിയ അളവിൽ അതിൻ്റെ ഗ്ലൈസെമിക് ഇൻഡെക്സ് ചെറിയൊരു വ്യത്യാസം ഉണ്ട് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ നമുക്ക് അറിയാം തേനൊക്കെ തന്നെ വളരെയധികം ഗുണമുള്ളതാണ്. പക്ഷെ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നത് എന്ത് മിക്സ് ചെയ്തിട്ടുള്ളതാണെന്ന് അറിയില്ല. ശുദ്ധമായിട്ടുള്ള ചെറുതേനൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം കേട്ടോ. അതല്ലാത്തത് മായം ചേർന്നുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ബേക്കറി ഐറ്റംസ് എല്ലാം ലഡു, ജിലേബി, കേക്ക്, ബിസ്ക്കറ്റ്സ് തുടങ്ങിയിട്ടുള്ളതൊക്കെ ഷുഗർ ചേർത്തിട്ടുള്ളതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്തതാണ് സോഡ അല്ലെങ്കിൽ ശീതളപാനീയങ്ങൾ. നമുക്ക് 7up, മിറിണ്ട, കൊക്കക്കോള തുടങ്ങിയിട്ടുള്ളതൊക്കെ കിട്ടില്ലേ. ഇതൊന്നും ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. ഇതിലൊക്കെ ഹൈ ലെവലിലാണ് ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ പായസം, ബാക്കിയുള്ള ഷുഗർ അടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലേ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള ഗുണം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ക്യാൻസർ സാധ്യത തടയാൻ വേണ്ടിയിട്ടും കൂടെ അത് സഹായിക്കുന്നുണ്ട്. ചോക്ലേറ്റ്സ് തന്നെ പൂർണ്ണമായിട്ടും ഒഴിവാക്കാം. പിന്നെ ചോക്ലേറ്റ്സ് കഴിക്കണമെങ്കിൽ ഹെൽത്തി ആയിട്ട് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് അത് നമ്മുടെ ആരോഗ്യത്തിനും നല്ലതാണ്. ഒന്നും അമിതമാവരുത് എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഈ ഒരു കാര്യത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് മുഖത്ത് പിമ്പിൾസ് വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, അത്തരം പസ് നിറഞ്ഞിട്ടുള്ള അത്തരം ഇൻഫ്ലമേഷനൊക്കെ ഉണ്ടെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഷുഗർ നിങ്ങളൊന്ന് കട്ട് ചെയ്ത് നോക്കൂ. വളരെ വലിയ വ്യത്യാസം കാണാൻ പറ്റും. അതുപോലെ പ്രതിരോധ ശക്തി കൂട്ടാൻ കൂടെ ഇത് സഹായിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻസ് ഒക്കെ തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേദന കൂടുതലുള്ളവർക്കൊക്കെ തന്നെ അതൊക്കെ ഒരു പരിധി വരെ കുറയ്ക്കാൻ ഈ ഷുഗർ കുറയ്ക്കുന്നത് കൊണ്ടും അല്ലെങ്കിൽ കട്ട് ചെയ്യുന്നത് കൊണ്ടും സഹായിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ശരീരത്തിന് ഷുഗർ ആവശ്യമല്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. ശരിയാണ്. നമ്മൾ കഴിക്കുന്ന നാച്ചുറൽ സോഴ്സ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ആ ഒരു മാനസിക സന്തോഷം താൽക്കാലിക സമയത്തിന് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അതുപോലെ തന്നെയാണ് ഈ മധുരം ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഡോപ്പമിൻ കൂടുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. നമുക്കൊരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കും ഇതുവഴി. പക്ഷെ അത് താൽക്കാലികം മാത്രമാണ്. ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങൾ വന്നും അതുവഴി ഉണ്ടാവുന്ന മെൻ്റൽ സ്ട്രെസ്സും കാരണം നമ്മുടെ മാനസികാരോഗ്യം തകരാറിലാവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഷുഗർ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫോളോ അപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഉദര സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷനും കൂടിയാവും. അതുവഴി നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഹാപ്പി ഹോർമോൺസിനെ നിലനിർത്താൻ വേണ്ടി സഹായിക്കും ഇത്. അതുകൊണ്ട് തന്നെ മാനസിക ആരോഗ്യം കൂടെ, ശാരീരിക ആരോഗ്യത്തിന് കൂടെ മാനസികാരോഗ്യം കൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു വഴിയാണ്. അപ്പോൾ ഇത്രയേറെ ഗുണങ്ങളൊക്കെ ഈ ഒരു പഞ്ചസാര നിർത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മധുരം നിർത്തിക്കഴിഞ്ഞാൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത്തരം അവസ്ഥകൾ വരുത്തി വയ്ക്കുന്നത്? തീർച്ചയായിട്ടും ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും വ്യത്യാസം വരും. കുഞ്ഞുങ്ങൾ മുതൽ നമ്മൾ ശീലിപ്പിക്കേണ്ട കാര്യമാണ് മധുരത്തിന് അഡിക്റ്റ് ആവാതെ അത് നാച്ചുറൽ സോഴ്സിൽ നിന്നും മധുരം കിട്ടുന്ന രീതിയിൽ കഴിച്ച് ഇതുപോലെയുള്ള കാര്യങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കും സൗന്ദര്യ പ്രശ്നങ്ങൾക്കും ഒക്കെയുള്ള ഒരു പരിഹാര മാർഗമായിട്ട് ഇത് മാറും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കഴിയുന്നതും ഒരു 2 ആഴ്ച ഫോളോ ചെയ്താൽ ശരീരത്തിൽ വരുന്ന ആ എനർജി ലെവലിൻ്റെ വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു മാസമല്ല വർഷങ്ങളോളം ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾ തീരുമാനിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.